എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി തരൂ എന്ന് കേണപേക്ഷിച്ച് ശ്രീ ശശി തരൂർ നടക്കുന്നവരെ ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കുറേ ആളായി. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ അദ്ദേഹം ഇങ്ങനെ അനങ്ങാതിരിക്കുകയല്ല, എങ്ങനെയൊക്കെ ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമോ അതെല്ലാം അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുക. എപ്പം ചൊറിയാൻ കിട്ടിയാലും നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം അവസാനത്തെ ഒരു 1-2 ചൊറിച്ച അത് വലിയ കടുത്തുപോയി. ആദ്യം അതിന് തൊട്ട് മുമ്പ് ഒരു ചൊറിച്ചിൽ നടത്തി, ഒരു ആരാണ്ടൊക്കെ ഒരു വലിയ സർവേ നടത്തി കേട്ടോ, ഒരു സർവേ. ആ സർവേ എന്തോ സർവേ ആണെന്നൊന്നും നമുക്കറിയത്തില്ല, ആരടുത്ത് ചോദിച്ചെന്നറിയാൻ വയ്യ. ഏതായാലും എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല. സർവേ നടത്തി. അതിൽ 28.3 ആളുകൾ എന്ന് പറയുന്ന അതാണ് ഏറ്റവും കൂടിയത് വന്നിരിക്കുന്നത്. അവർ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ഞാനാണ് എന്ന് ശ്രീ തരൂർ പറയുന്ന കാര്യം കേട്ടോ. അത് ഞാനെന്നല്ല, ശ്രീ തരൂരാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹം തന്നെ തീരുമാനിച്ചു, അദ്ദേഹം തന്നെയാണ് അതിന് യോഗ്യനെന്ന് തീരുമാനിച്ചു കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ. കാരണം ഇപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ അങ്ങ് വലിയ ബഹളവും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നു. നിലമ്പൂർ അതിനകത്ത് വന്ന് കൈയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. കാരണം അവിടെ എന്നെ വിളിച്ചില്ല കേട്ടോ, ഇവിടെ ആർക്കും ഒന്നും തന്നില്ല എന്ന് പറയുന്നത് മാതിരി എന്നെ വിളിച്ചില്ല അവിടെ അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന്. അദ്ദേഹം വിദേശത്തായിരുന്നു, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുകയാണ്. അതിനൊരു കുഴപ്പമില്ല. ഇന്ത്യക്ക് വേണ്ടി പോകുന്ന കാര്യത്തിനൊക്കെ നല്ലതേ ഉള്ളൂ, മോശമൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ പോയിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത ആളിനെ എങ്ങനെ വരാൻ പറ്റും? വന്നില്ല. എന്നിട്ട് പറഞ്ഞു നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഒരു കുറ്റം. അതായത് ഇവിടെ കോൺഗ്രസിനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കാണുന്ന അവസരം ഒന്നും പാഴാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരൊറ്റ അവസരവും അദ്ദേഹം വിടത്തില്ല. അത് ഏതായാലും അപ്പോൾ അതിന് മറുപടിയൊക്കെ പറഞ്ഞു. ശ്രീ KC വേണുഗോപാലൊക്കെ പറഞ്ഞു. അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇറക്കിയ ലിസ്റ്റിനകത്ത് ഇദ്ദേഹം വളരെ ഒരു താരപ്രചാരകനായിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്നിട്ടില്ല. ഇത് പറഞ്ഞു. അദ്ദേഹം വിദേശത്തം കണ്ടായിരുന്നു, അതുകൊണ്ട് ആയിരിക്കും വരാതെന്ന് എന്ന് പറഞ്ഞ് അവരങ്ങ് കളഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഈ വലിയ ശല്യം ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഹൈക്കമാൻഡ് തന്നെ ഒരു തീരുമാനം എടുത്തു, ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളിതിനെല്ലാം മറുപടി പറയാനോ മിണ്ടാനോ പോകണ്ട, പ്രതികരിക്കണ്ട, ഒന്നും അനങ്ങണ്ട, ഒരു അദ്ദേഹം പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഉടനെ അടുത്തത്, അതായത് അങ്ങോട്ട് വന്നു മുഖ്യമന്ത്രി സ്ഥാനം. എന്നിട്ട് ഓരോരുത്തരുടെ അത് VD സതീശന് ഇത്രയേ ഉള്ളൂ, രമേശ് ചെന്നിത്തലയ്ക്ക്, അതായത് VD സതീശന് ഏതാണ്ട് 14 ഉള്ളൂ, 8% സംതിങ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളൂ എന്നെല്ലാം ഓരോരുത്തരുടെ പേരെടുത്ത് ഇദ്ദേഹം ഇതങ്ങോട്ട് പറയാൻ ഇടയായി. അപ്പം ഈ സർവേ ഫലം അങ്ങ് വെളിപ്പെടുത്തി. അപ്പോൾ ഞാൻ ഏറ്റവും യോഗ്യൻ ഞാൻ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞാലേ ആരെന്തോ പറയും. ആദ്യം മനസ്സിലാക്കേണ്ടത്, മൈ റെപ്യൂട്ടേഷൻ ഈസ് നോട്ട് വാട്ട് ഐ തിങ്ക് ഓഫ് മീ ബട്ട് വാട്ട് അതേഴ്സ് തിങ്ക് ഓഫ് മീ. അതായത് എൻ്റെ അന്തസ്സെന്ന് പറയുന്നത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ എന്നെക്കുറിച്ച് തീരുമാനിക്കുന്നത് എൻ്റെ അന്തസ്സല്ല. അതല്ല എൻ്റെ അന്തസ്സുണ്ടെന്ന് പറയുന്നത് അല്ല തീരുമാനം. അന്യ ആളുകൾ പറയണം അവൻ അന്തസ്സുള്ളവനാണെന്ന്. അത് പറയുന്നതിന് പകരം ഞാൻ എന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഏറ്റവും യോഗ്യനാണെന്ന് പറയാമെന്ന് പറയുന്നത് ആണ് ഇവിടെ നടന്നേക്കുന്നത്. ഇനി അടുത്തത്, ഇപ്പോഴാണ് അതിലും വലിയൊരു വെടി അങ്ങ് കയറി പൊട്ടിച്ചേക്കുക കേട്ടോ. അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധിയും അതുപോലെ യശസ്വരീനായ സഞ്ജയ് ഗാന്ധിയും അവർ രണ്ടും കൂടാണ് ഈ വളരെ എമർജൻസി, അതായത് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയിൽ വലിയ കുഴപ്പം കാണിച്ചു. സഞ്ജയ് ഗാന്ധി ചെയ്തേക്കുന്ന അട്രോസിറ്റീസ്, ഇന്ദിരാഗാന്ധി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, സഞ്ജയ് ഗാന്ധി ചെയ്തേക്കുന്ന അട്രോസിറ്റീസ് എന്ന് പറയുന്നത് ശരിയാണ്, എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ്, അത് പുതുമയൊന്നുമുള്ള കാര്യമല്ല. അതായത് ചേരികൾ, ഡൽഹിയിൽ ചേരികളൊക്കെ ഇടിച്ചു നിരത്തി കേട്ടോ. അതുപോലെ നിർബന്ധിത വന്ധ്യംകരണം ആളുകൾക്ക് നടത്തി എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം വളരെ വലിയ അട്രോസിറ്റീസാണ്, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ അനുഭവിക്കുകയും ചെയ്തു. അത് കാരണം ഈ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കറുത്ത ഏടുകളിൽ ഒന്നാണ്, ഏറ്റവും വലിയ കറുത്ത ഏടാണ് അടിയന്തരാവസ്ഥ. അതിന് സംശയമൊന്നുമില്ല. ഞാനും അഭിപ്രായക്കാരൻ തന്നെയാണ്. കാരണം ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളെല്ലാം മനുഷ്യൻ്റെ എടുത്ത് കളഞ്ഞു. അതിന് അനുകൂലമായിട്ടൊരു ജഡ്ജ്മെൻറ്റ് പോലും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി ADM ജബൽപൂരിൽ. അതിനകത്ത് ആകെപ്പാടെ ഒരാൾ മാത്രമാണ് അതിനെ എതിർത്തത്, ജസ്റ്റിസ് ഖന്ന, HR ഖന്ന. അദ്ദേഹം അവസാനം രാജിവെച്ചു, ഒഴിഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ ചീഫ് ജസ്റ്റിസ്ഷിപ്പ് സ്ഥാനം നിരസിച്ചു, ഒഴിഞ്ഞു. ഇങ്ങനെയൊക്കെ വലിയ കോളിളക്കങ്ങൾ ഒരുപാട് ജുഡീഷ്യറിയിലും എല്ലാ മേഖലകളിലും ഉണ്ടായി. ഒരുപാട് പേരെ
കരുതൽ തടങ്കൽ എന്നുള്ള പേരിൽ പിടിച്ചങ്ങ് ജയിലിലിട്ടു. ആ ആളുകളുടെ സ്വാതന്ത്ര്യമൊക്കെ നിഷേധിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഏറ്റവും വലിയ ഒരു കറുത്ത അധ്യായമാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടായ ഈ അടിയന്തരാവസ്ഥ ശ്രീമതി ഗാന്ധി പ്രഖ്യാപിച്ചത്. അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അങ്ങനെ അത് അവർക്കും അറിയാം. അവസാനം ഇനി അതിനെന്താ സംഭവിച്ചത്? അടുത്ത ഇലക്ഷനിൽ അവർക്ക് വലിയ പരാജയമല്ലേ കോൺഗ്രസ് ഏറ്റുവാങ്ങിയത്. ശ്രീമതി ഗാന്ധി സർവീസിൽ നിന്ന് അവർ അധികാരത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിട്ട് അവർ ജയിലിലാകുന്ന ഒരു സിറ്റുവേഷൻ വരെ വന്നു. ആ രീതിയിലേക്ക് വരെ വന്നതാണ് കാര്യങ്ങൾ. പക്ഷേ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അവർ അടുത്ത ഇലക്ഷനെ ഉയർത്തെഴുന്നേൽക്കാണ് ഉണ്ടായത് ശ്രീമതി ഇന്ദിരാഗാന്ധി. കാരണം എന്താണ്? അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ലേഡിയായിരുന്നു അവർ. ഇതുപോലൊരു പ്രധാനമന്ത്രി ഇന്ത്യ കണ്ടിട്ടില്ല. അതിന് സംശയമൊന്നുമില്ല, ഇത്രയും കഴിവായിട്ട്. കാരണം അവർ കയറി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്തതിന് എന്ത് വലിയ മെജോറിറ്റിയിലാണ് അവർ ഭരണം തിരിച്ച് പിടിച്ചത്. അതിനുശേഷം ശ്രീമതി ഗാന്ധി കൊല്ലപ്പെടുന്നത് വരെ അവരത്രയും പവർഫുള്ളായിരുന്നു. അത് മാത്രമല്ല, വളരെ നല്ല കരുത്തുറ്റ ഭരണമാണ് ഇന്ത്യക്ക് തന്നത് എന്നുള്ളതിനകത്തും സംശയമൊന്നുമില്ല ആർക്കും. മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കൊരു വലിയ പേര് ആദ്യം ഉണ്ടാക്കിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ പോലും പറയുന്നില്ല, പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെയാണ്. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അടിയന്തരാവസ്ഥ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ ഒരു വലിയ കുഴപ്പം അവർ കാണിച്ചിട്ടുണ്ട്. സഞ്ജയ് ഗാന്ധിയുടെ എടുത്തിയാട്ടവും സഞ്ജയ് ഗാന്ധിയുടെ അനാവശ്യമായ അധികാര സ്ഥാനങ്ങളിലുള്ള ഇടപെടലും അതിന് വഴിതെളിച്ചു എന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ്. അതിനെ വെറുക്കപ്പെടേണ്ടതുമാണ്, അതിനും സംശയമില്ല. പക്ഷേ ശ്രീ ശശി തരൂരിന് ഇത് പറയാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഒരു എച്ചിൽ കുഴിയിലോട്ട് ഒരാൾ ഇറങ്ങിയിരിക്കുക, അതായത് ഈ എച്ചിലില എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇടുമല്ലോ സദ്യയൊക്കെ കഴിച്ചിട്ട്. പണ്ട്, ഇപ്പോഴാണല്ലോ ആർക്കും എടുക്കേണ്ടാത്തത്. പണ്ട് ഇല അവരവരെടുത്ത് കൊണ്ടുവന്നൊരു കുഴിയിലിടണം. ആ എച്ചിക്കുഴിയിൽ ഒരുത്തൻ ഇറങ്ങിയിരുന്നിട്ട് പറയുക, എൻ്റെ തലയിൽ എച്ചിലില വീഴരുത്. അതല്ലേ ഇവിടെ നടന്നേക്കുന്നേ. ശ്രീ ശശി തരൂർ ഇതൊക്കെ അറിയാൻ വയ്യതാണ്. ശശി തരൂർ ഈ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും അതിൻ്റെ തിക്തഫലവും എല്ലാം കണ്ടതിന് ശേഷം ആണല്ലോ ഈ കോൺഗ്രസിലേക്ക് വന്നത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് വന്നു കയറിയതാണ്. എന്നിട്ട് അങ്ങനെ വന്നു കയറിയിരുന്ന ഒരാൾക്ക് ഇനി പണ്ട് അടിയന്തരാവസ്ഥ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാനുള്ള യോഗ്യതയുണ്ടോ? ഞാൻ അതേ പറഞ്ഞുള്ളൂ. ഈ തരൂർ പറയുന്നത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അടിയന്തരാവസ്ഥ ഒരു കറുത്തേട് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഒരുപാട് ദോഷം ചെയ്തതാണ്. പക്ഷേ ശ്രീ ശശി തരൂർ ഈ പ്രസ്ഥാനത്തിൽ വന്നിരുന്നുകൊണ്ട് ഇതിനെ ഇങ്ങനെ പറയുക എന്ന് പറയുന്ന പല്ല് കുത്തി മണപ്പിക്കുന്നതിന് തുല്യമാണ്. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാൻ പാടില്ല. അത് അദ്ദേഹത്തിന് വേറെ ഇത് ഇങ്ങനെ ഒരു ഇതിനകത്ത് വേണ്ട. ഇവർ കൊള്ളരുതാത്തവരാണ്. ശരി, അങ്ങ് കളഞ്ഞിട്ട് പോണം രാജിവെച്ചിട്ട്. എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, വൃത്തികെട്ടവന്മാരാ നിങ്ങൾ എന്ന്. ഇപ്പം അടിയന്തരാവസ്ഥ കോൺഗ്രസ് ഒന്നും പറയുന്നില്ലല്ലോ. കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ടോ അടിയന്തരാവസ്ഥ നല്ലതായിരുന്നെന്ന്? അടിയന്തരാവസ്ഥ ന്യായീകരിക്കാൻ കോൺഗ്രസ് പോലും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഇത് വിളിച്ചു പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അതേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ശ്രീ തരൂരിന് ഇത് പറയാനുള്ള അവകാശവും അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. തരൂരിനെ എനിക്കിഷ്ടമാണ്. കാരണം നല്ല പ്രാസംഗികനാണ്, ആളുകളുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനും ഒക്കെ മിടുക്കനാണ്. അതിനൊന്നും ഒരു സംശയമില്ല. പക്ഷേ അതെല്ലാം ശരി, എനിക്കും ഇഷ്ടമാണ് ആ കാര്യത്തിൽ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഇതിനെ പറയുന്നത് കൊണ്ട് പറഞ്ഞാണ്. ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല, എനിക്കത് ആ പ്രസ്ഥാനത്തിൽ താല്പര്യവും ഇല്ല. അത് ഞാനങ്ങ് പറഞ്ഞേക്കാം. പക്ഷേ ഈ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. അവർക്ക് തന്നെ ഒരു ചിന്താക്കുഴപ്പമാണ്. കാരണം വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരാളാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരാളാണ് ഈ വിളിച്ചു പറയുന്നത്. അപ്പോൾ അവർ തന്നെ ചിന്താക്കുഴപ്പത്തിലാണ്. ഹൈക്കമാൻഡ് എങ്ങനെ ഇദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അവർ പോലും ഈ കുഴങ്ങാണ് ഈ തരൂരിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാൻ വയ്യാതെ. അപ്പോൾ പിന്നെ ഈ അടി ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട് ചിലരുണ്ട് കേട്ടോ. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അവസാനം അവർ ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് അങ്ങ് പുറത്താക്കി. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ അങ്ങ് നിലനിർത്തി. മതി, ഇയാൾ സ്ഥാനത്തൊന്നും വരണ്ട എന്ന് പറഞ്ഞാൽ മിസ്റ്റർ തരൂർ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു MP ആയിട്ട് നിങ്ങളുടെ കാലം കഴിയുന്നവരിയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്തു ചെയ്യും?
അതിമോഹങ്ങൾ മനുഷ്യന് പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. അധികാരം എപ്പോഴും അഴിമതിയിലേക്ക് നയിക്കും. അമിതാധികാരം ഉണ്ടല്ലോ, അങ്ങേയറ്റത്തെ അധികാരം ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ അഴിമതിയിലേക്ക് നയിക്കും. അതാണ് ശ്രീമതി ഗാന്ധിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടുണ്ടായത്. ഇപ്പം നിങ്ങളും ചെയ്യാൻ പോകുന്ന ഇത് തന്നെയാണ്. നിങ്ങൾക്ക് പവർ വേണം എന്നൊരു തോന്നൽ ശരിയാണ്. കുറേ നാളായിട്ട് ഒരു എം പി ആയിട്ടൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടൊക്കെ വിദേശത്തൊക്കെ പോയെങ്കിൽ പോലും നിങ്ങൾക്ക് അധികാരങ്ങളൊന്നുമില്ലല്ലോ. അധികാരം എന്ന് പറയുന്നത് ചിലർക്കൊരു ലഹരിയാണ്. അപ്പോൾ അത് മാത്രമാണോ വേണ്ടത്? നമുക്ക് ജനസേവനമായിരിക്കേണ്ട ലഹരി. അതാണോ നിങ്ങൾ ചെയ്യുന്നത്? ശ്രീ തരൂർ, നിങ്ങൾ ആലോചിക്കുക.